ശ്രീകൃഷ്ണ അവതാരം ബകാസുരം. ഒരു ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് കൃഷ്ണനും കൂട്ടുകാരും കൈകാലുകൾ കഴുകാനും വെള്ളം കുടിക്കാനും കാളിന്തി നദിയിലേക്ക് ഇറങ്ങി. അപ്പോൾ വഴിയിൽ ഒരു ഭീകര ജന്തു കിടക്കുന്നത് കണ്ടു. ഒരു പർവ്വതത്തിൻ്റെ വലുപ്പമുള്ള കൊക്ക്. അതിൻ്റെ കൊക്കിനും എന്തൊരു വലുപ്പം. കൊക്കിൻ്റെ കാര്യം കൂട്ടുകാർ കണ്ണനെ അറിയിച്ചു. കണ്ണൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ജ്യേഷ്ഠനോടൊപ്പം ഇവിടെ നിന്നാൽ മതി. ഞാൻ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാം. കണ്ണൻ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട അസുരൻ താൻ വിചാരിച്ച കാര്യം എളുപ്പമായി എന്ന് കരുതി. അവൻ ശരീരം ഒന്ന് കുടഞ്ഞ് ചിറകുകൾ അടിച്ച് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. എന്നിട്ട് നീണ്ടു വളഞ്ഞ കൊക്കുകൾ പിളർന്ന കണ്ണനെ കൊത്തി വിഴുങ്ങി. കണ്ണൻ വായ്ക്കകത്തായപ്പോൾ ആ സ്വത്വം വായടച്ചു. അത് കണ്ട ഗോപകുമാരന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു. കൂട്ട നിലവിളി കേട്ട് പശുക്കളും അന്തം വിട്ടു നിന്നു. കൊക്കിൻ്റെ വായിലകപ്പെട്ട കണ്ണൻ തന്നിലടങ്ങിയിട്ടുള്ള അഗ്നിയെ പുറത്തേക്ക് വമിച്ചു. അതിൻ്റെ അസഹ്യമായ ചൂടേറ്റ് ആ ജീവിയുടെ തൊണ്ടയും കഴുത്തും കത്തിയെരിഞ്ഞു. പ്രാണവേദനയോടെ അത് കണ്ണനെ പുറത്തേക്ക് തുപ്പി. അതോടൊപ്പം കുറേ രക്തവും പുറത്തു വന്നു. തൻ്റെ ബന്ധശത്രുവിനെ വധിക്കാനായി ബകാസുരൻ പുറത്തേക്ക് ആഞ്ഞു. അപ്പോൾ കണ്ണൻ ആ സത്വത്തിൻ്റെ ചുണ്ടുകൾ വലിച്ചു കീറി രണ്ടായി അകലേക്കെറിഞ്ഞു. തൻ്റെ സഹോദരിയുടെ ഘാതകനെ വധിക്കാനുള്ള ഭഗൻ്റെ ആഗ്രഹം അതോടുകൂടി അവസാനിച്ചു. അസുരനെ വധിച്ചത് കണ്ട് ദേവകൾ സന്തോഷത്തോടെ കണ്ണന് കൽപ്പകപ്പൂമാല ചൊരിഞ്ഞ് സ്തുതിക്കാൻ ഗോപന്മാർക്ക് അതിയായ സന്തോഷമുണ്ടായി. ഉണ്ണിക്കണ്ണൻ ഒരു ആദിമാനുഷികനാണെന്ന് ഗർഗമുനി അരുളി ചെയ്തത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പിറ്റേ ദിവസം കുറേ ബ്രാഹ്മണർ ഗോപന്മാരും ഒന്നിച്ച് ഭഗൻ്റെ ജഡം കാണാൻ വന്നു. അതിൻ്റെ വലിപ്പം കണ്ട് അതിനെ വധിച്ചത് 5 വയസ്സ് മാത്രമുള്ള ബാലനാണെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. ശ്രീകൃഷ്ണ അവതാരം വത്സാസുരവധം. ഗോകുലത്തിൽ തുടരെ അപകടങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റാമെന്ന് ഗോപന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു. വൃന്ദാവനത്തിൽ ഇഷ്ടം പോലെ പുൽത്തകിടികളുണ്ട്. ഗോവർദ്ധന പർവ്വതം, കാളിന്തി നദി എല്ലാമുണ്ട്. ഒരാഴ്ച കൊണ്ട് എല്ലാവർക്കും താമസിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ട് താമസം മാറി. അങ്ങനെ ഗോകുലവാസികൾ വൃന്ദാവനവാസികളായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രാമകൃഷ്ണന്മാരും ഗോപികന്മാരും പശുക്കിടാങ്ങളെ മേയിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പശുക്കുട്ടിയുടെ കൂട്ടത്തിൽ ഒരു പുതിയ പശുക്കുട്ടി വന്നു ചേർന്നു. കംസൻ്റെ നിയോഗമനുസരിച്ച് കണ്ണനെ വധിക്കാനായി വന്നു ചേർന്ന വത്സൻ എന്ന അസുരനായിരുന്നു അത്. ആരും തന്നെ മനസ്സിലാക്കാതിരിക്കാനായി അയാൾ പശുക്കുട്ടിയുടെ വേഷം ധരിച്ചതാണ്. അക്കാര്യം ആരും അറിഞ്ഞില്ല. എന്നാൽ കൃഷ്ണൻ അത് മനസ്സിലാക്കി. ബലരാമനോട് സ്വകാര്യമായി ഇക്കാര്യം സംസാരിച്ചു. എന്നിട്ട് ആർക്കും സംശയം തോന്നാത്ത വിധം പശുക്കളെ തൊട്ടും തലോടിയും കളിച്ചും നടന്ന് പുതിയ പശുക്കുട്ടിയുടെ അടുത്തെത്തി. പശുവായ അസുരൻ്റെ വാലും 4 കാലും കൂട്ടിപ്പിടിച്ച് തൂക്കിയെടുത്ത് വട്ടം കറക്കി അടുത്തു നിന്ന് ഒരു വൻമരത്തിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഏറിൻ്റെ ഊക്കുകൊണ്ട് ആ പശുക്കുട്ടിയുടെ തല തകർന്നു പോയി. ശരീരം നുറുങ്ങി അകലെ ചെന്ന് വീണു. അപ്പോഴേക്കും അയാളുടെ ശരിയായ രൂപം പുറത്തു വന്നു. കരിമല പോലുള്ള ആ ഭീകര രൂപം കണ്ട് എല്ലാവരും ഭയന്നുപോയി. പിന്നീട് അത്ഭുതാധീനരായി. അവർ സന്തോഷത്തോടുകൂടി കൃഷ്ണനെ എടുത്തുയർത്തി ആർപ്പ് വിളിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്തു. വൈകുന്നേരം വൃന്ദാവനത്തിലെത്തിച്ചേർന്ന ഗോപന്മാർ നന്ദാദികളെ വിവരമറിയിച്ചു. എല്ലാവർക്കും ഭയവും അത്ഭുതവും ഒരുമിച്ചുണ്ടായി. അവർ കണ്ണനെ എടുത്ത് ആശ്ലേഷിച്ച് ചുംബിച്ചു. എന്നിട്ടും തങ്ങളുടെ ഓമനക്കുട്ടൻ ഒരു അതിമനുഷ്യനാണെന്ന വിവരം അവർ മനസ്സിലാക്കി കഴിഞ്ഞില്ല. വത്സൻ മരിച്ച വിവരം ഭോജരാജാവായ കംസൻ അറിഞ്ഞു. അതോടുകൂടി കംസൻ്റെ മരണഭയം ഇരട്ടിച്ചു. തൻ്റെ ഘാതകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കംസന് മനസ്സിലാക്കി. മുൻപ് അമ്പാടിയിലും ഇപ്പോൾ വൃന്ദാവനത്തിലും വാഴുന്ന ഗോപകുമാരനാണ് തൻ്റെ ശത്രു. മായാവികളും ബലശാലികളുമായ അസുരന്മാരെ വധിച്ചത് സാധാരണക്കാരല്ല. അവനെ എങ്ങനെയെങ്കിലും വധിച്ചേ പറ്റൂ. അതിന് കഴിവുള്ള ഒരാളെ കൂടി കംസൻ കണ്ടെത്തി. പൂതനയുടെ സഹോദരനായ ഭഗൻ. കംസൻ കൃഷ്ണനെ വധിക്കാനായി ഭഗനെ ഏർപ്പാട് ചെയ്തു.